കേരളത്തിലെ ആദ്യത്തെ വനിതാ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എൻ.കെ. ശിവലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ് എൻ.കെ. ശിവലേഖ. ഐ.പി.എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. ഐ.പി.എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. പശ്ചിമ ബംഗാളിൻ്റെ ആദ്യത്തെ ബി.ജെ.പി. മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തിയാണ് സുവേന്ദു. സുവേന്ദുവാണ് പശ്ചിമ ബംഗാളിൻ്റെ ആദ്യത്തെ ബി.ജെ.പി. മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ നിലനിൽക്കുന്ന മനുഷ്യ-വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായിട്ടുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. അടുത്തിടെ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്തമായ ആക്ഷൻ കോമിക്കുകൾക്ക് തുടക്കം കുറിച്ച ചിത്രകഥാകൃത്താണ് കണ്ണാടി വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വന്നത് ഉള്ളൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വന്നത് ഉള്ളൂർ, തിരുവനന്തപുരം. അടുത്തിടെ അന്തരിച്ച മോഹൻ ബഗാൻ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് സ്വപൻ സദൻ ബോസ്. ഖത്തറിൻ്റെ ലോകകപ്പ് സാധ്യതാ ടീമിൽ ഉൾപ്പെട്ട മലയാളി തഹസിൻ മുഹമ്മദ്. ഖത്തറിൻ്റെ ലോകകപ്പ് സാധ്യതാ ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് തഹസിൻ മുഹമ്മദ്. 2026 മാധവ മുദ്ര പുരസ്കാരത്തിന് അർഹനായത് കെ.എസ്. രവികുമാർ. സോമനാഥ ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയം. ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനം അസം. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പുറത്തുവിട്ട പട്ടിക പ്രകാരം യു.എ.ഇയിലെ ഏറ്റവും സമ്പന്നനായ മലയാളി എം.എ. യൂസഫ് അലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച ബൗളറിനുള്ള 1ാം റാങ്ക് നിലനിർത്തിയ മലയാളി താരം ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച ബൗളറിനുള്ള 1ാം റാങ്ക് നിലനിർത്തിയ മലയാളി താരമാണ് ജസ്പ്രീത് ബുംറ. 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ റെയിൽവേയുടെ പരിഷ്കരിച്ച ലോഗോയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം 18. ഏകദേശം 30 വർഷത്തെ സേവനത്തിനൊടുവിൽ 2026 മെയ് 1-ന് ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ആസ്ക്.com. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഉക്രൈൻ താരം എലീന സ്വിറ്റോലിന. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഉക്രൈൻ താരമാണ് എലീന സ്വിറ്റോലിന. 2026-27 വിപണന സീസണിലെ ഏത് വിലയുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അംഗീകാരം നൽകിയത്? ഖാരിഫ് വിള. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മനുഷ്യരെപ്പോലെ ചലിക്കാനും ആചാരങ്ങളിൽ പങ്കെടുക്കാനും കഴിയുന്ന ദക്ഷിണ കൊറിയയുടെ റോബോട്ട് സന്യാസിയാണ് ഗാബി. ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനത്തിൽ സിംഹക്കുട്ടികൾ മരണപ്പെട്ടതിന് കാരണമായിട്ട് സംശയിക്കുന്ന രോഗം ബബേസിയ. ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനത്തിലെ സിംഹക്കുട്ടികൾ മരണപ്പെട്ടതിന് കാരണമായിട്ട് സംശയിക്കുന്ന രോഗമാണ് ബബേസിയ. 2023 നോബൽ സമ്മാന ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ ഓർമ്മക്കുറിപ്പ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയായി നിയമിതനാകുന്ന വ്യക്തിയാണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. രാജ്യത്തെ പുതിയ പ്രതിരോധ സ്റ്റാഫ് മേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ലഫ്റ്റനന്റ് ജനറൽ എൻ.എസ്. രാജസുബ്രഹ്മണി. രാജ്യത്തെ പുതിയ പ്രതിരോധ സ്റ്റാഫ് മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ എൻ.എസ്. രാജസുബ്രഹ്മണി. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥാപിതമാകുന്നത് ലഡാക്ക്. ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥാപിതമാകുന്നത്. അടുത്തിടെ ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്ത ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് പി.എൻ. പണിക്കർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി.പി. സത്യൻ. അടുത്തിടെ ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്ത ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് പി.എൻ. പണിക്കർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി.പി. സത്യനാണ്. 2026 മെയ്യിൽ
ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാനായി നിയമിതനായത് ഏലിയാസ് ജോർജ്. ഏലിയാസ് ജോർജാണ് 2026 മെയ്യിൽ ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാനായി നിയമിതനായത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഉക്രൈൻ താരം എലിന സ്വിറ്റോലിന. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഉക്രൈൻ താരമാണ് എലീന സ്വിറ്റോലിന. 2026 മെയ്യിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-1. 2026 മെയ്യിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി-1. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ 2026 അവാർഡിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ 2026 അവാർഡിന് അർഹനായത്. 2026 മെയ്യിൽ കേരള മുഖ്യമന്ത്രി VD സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനായത് KS ശബരീനാഥൻ. 2026 മെയ്യിൽ കേരള മുഖ്യമന്ത്രി VD സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനായത് KS ശബരീനാഥൻ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗീതാഞ്ജലിയിലെ 157 ഗീതങ്ങൾക്കും മലയാളത്തിൽ സംഗീതാവിഷ്കാരം നൽകുന്നത് കാവാലം ശ്രീകുമാർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗീതാഞ്ജലിയിലെ 157 ഗീതങ്ങൾക്കും മലയാളത്തിൽ സംഗീതാവിഷ്കാരം നൽകുന്നത് കാവാലം ശ്രീകുമാർ. 2026 മെയ്യിൽ MG സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ചലച്ചിത്ര താരം മമ്മൂട്ടി. 2026 മെയ്യിൽ MG സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ചലച്ചിത്ര താരമാണ് മമ്മൂട്ടി. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, അതായത് മെയ് 22 പ്രമേയം ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ്. ആഗോള മാറ്റത്തിനായി പ്രാദേശിക ഇടപെടലുകൾ. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ആഗോള മാറ്റത്തിനായി പ്രാദേശിക ഇടപെടലുകൾ. എല്ലാ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് എല്ലാ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം. 16ാം കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായി നിയമിതനായ വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായിട്ട് നിയമിതനായത്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപ് സ്വരാജ് ദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപാണ് സ്വരാജ് ദ്വീപ്. 2026 മെയ്യിൽ പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി പ്രസൂൻ ജോഷി. പ്രസൂൻ ജോഷിയാണ് 2026 മെയ്യിൽ പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി. ICU രോഗികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സംവിധാനം ആരംഭിച്ചത് എയിംസ് ന്യൂഡൽഹി. ICU രോഗികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സംവിധാനം ആരംഭിച്ചത് എയിംസ് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സിക്കിം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സിക്കിം. താങ്ക് യു.